അതാ ഇവിടെ മുണ്ടക്കൈയിൽ മുണ്ടക്കൈയിൽ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല കൂടുതൽ ആളുകൾ അവിടെ വേണ്ടപ്പെട്ടവർ ഉറ്റവരെ ഉടയവരെയൊക്കെ തിരിച്ചറിയാൻ എത്തുന്നതും ഇവിടെ MCH കാരണം MCH കാഴ്ചകൾ ഈ മേപ്പാടി MCH ഈ ദുരന്തത്തിൻ്റെ ഒരു സങ്കട കേന്ദ്രമായി മാറുന്ന കാഴ്ച നമ്മൾ പോയ ദിവസങ്ങളൊക്കെ കണ്ടു. മേപ്പാടി MCH അവിടേക്കാണ് ഉറ്റവരെ ഒരു നോക്ക് കാണാനും തിരിച്ചറിയാനൊക്കെ അങ്ങോട്ടേക്ക് ആളുകൾ വരുന്നത്. അവരങ്ങോട്ടേക്ക് വരുന്നതും ഈ മൊബൈൽ മോർച്ചകൾക്ക് മുന്നിൽ നിൽക്കുന്നതും അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവിൽ പൊട്ടിക്കരയുന്ന കാഴ്ചയൊക്കെ കാണുന്നവർക്ക് പോലും ഉള്ളലിച്ച് കളയുന്ന ഇതെന്തൊരു എന്തൊരു ഗതികേടാണ് നമുക്ക് ഉള്ളിൽ തോന്നുന്ന വല്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് തോന്നുന്ന, കാണുന്നവരുടെ തൊണ്ടയിൽ ഒരു തേങ്ങലും തട്ടി നിൽക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടിപ്പോൾ മണിക്കൂറുകൾ പലതായി. ആ ദൃശ്യങ്ങളുടെ തുടർച്ച ഇപ്പോഴും തുടരുകയാണ്. പ്രേക്ഷകർ കാണുന്നത് ഒരു മൃതദേഹം അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ വിൻഡോയിൽ കാണുന്നത് ഒരു മൃതദേഹം അവിടെ ചൂരൽമലയിലേക്ക് കൊണ്ടുവരുന്ന വിഷയമാണ്. ഇത് മേപ്പാടി MCHലേക്ക് ബോഡികൾ എത്തിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മൃതശരീരങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളാണ് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് മേപ്പാടിയിലേക്ക് കൊണ്ടുവരണം. അതിന് കാരണം നിലമ്പൂർ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ട് തിരിച്ചറിയാൻ നിലമ്പൂരേക്ക് വരിക എന്ന് പറഞ്ഞ് ഈ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം അവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന ആവശ്യപ്രകാരം അവിടെ നിന്നുള്ള എല്ലാ മൃതദേഹവും 40ഓളം മൃതദേഹങ്ങൾ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായതാണ്. അവിടെ നിന്ന് മൊബൈൽ ഫ്രീസറുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. രാഹുൽ സുരേഷ് അതിൻ്റെ വിവരങ്ങൾ ചെയ്യുന്നുണ്ട്. രാഹുൽ, അപ്പം കുറേയധികം ആംബുലൻസുകൾ ആയി അവിടെയുള്ള എല്ലാ മൃതദേഹങ്ങളും മേപ്പാടിയിലേക്ക് എത്തിക്കുകയാണോ ഈ തിരിച്ചറിയാനുള്ള സൗകര്യത്തിനായി? രാഹുൽ, തീർച്ചയായിട്ടും ആശ്രയം അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 50ഓളം വരുന്ന മൃതദേഹങ്ങളാണ് ഇപ്പോൾ നിലമ്പൂരിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ഹാളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. നിലവിൽ 10 മൃതദേഹമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. 10 ആംബുലൻസുകളിലായി 10 മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ എത്തിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ 10 മൃതദേഹങ്ങൾ കൂടി എത്തിക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും ഈ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ആ നിമിഷം മുതൽ ആളുകളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ അതിനൊന്നും തീരുമാനമായിരുന്നില്ല. പിന്നീട് നമ്മൾ ഉൾപ്പെടെ 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് സജീവ വാർത്തയായി നൽകുകയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും ചെയ്തതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിനൊടുവിൽ ഈ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കാൻ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ പൂർത്തീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയ ചില മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാക്കിയ ശേഷം അവ മേപ്പാടിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ സ്ഥല പരിമിതിയുണ്ട്. അതുകൊണ്ട് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹാളിലാണ് ഈ മൃതദേഹങ്ങൾ നിലവിൽ ഇറക്കി വെക്കുന്നത്. ഇവിടെ ആളുകൾക്ക് കണ്ട് തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാകും. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ മാത്രമായിരിക്കും ഇനി ഈ ഫ്രീസറിന്റെ സഹായത്തോടെ സൂക്ഷിക്കാനുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നലെയും ഇന്നുമായി കണ്ടെത്തിയിട്ടുള്ളത് നിലമ്പൂരിലെ വിവിധ ഭാഗങ്ങളിലാണ്. ഇപ്പോഴും പലയിടങ്ങളിലായി അവിടെ മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. ആ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. എന്താണെങ്കിലും ഇവിടുത്തെ ആളുകൾക്ക് ഏതാണ്ട് 100 കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്ത് അവിടെ പോയി മൃതദേഹം തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം നിലവിൽ എന്തായാലും ഇല്ല. ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ അന്തിമ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കണ്ടെത്തിയ ആ മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ആംബുലൻസുകളിലെ മൃതദേഹം ഇവിടെ പൂർണ്ണമായി ഇറക്കി വെച്ച ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. കൂടുതൽ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി
കൂടുതൽ ആംബുലൻസുകളും അതോടൊപ്പം തന്നെ മൃതദേഹം സൂക്ഷിക്കേണ്ടി വന്നാൽ അതിനുവേണ്ട ഫ്രീസറുകളും ഇന്ന് രാവിലെ തന്നെ ഇവിടെ മേപ്പാടിയിൽ എത്തിച്ചിരുന്നു. അത് വയനാടിന് പുറമെ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് അടക്കമുള്ള മറ്റ് ജില്ലകളിൽ നിന്നും സഹായം തേടിക്കൊണ്ടാണ് അവിടുന്ന് കൂടുതൽ ഫ്രീസറുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയും ഇന്നുമായി മേപ്പാടിയിൽ കണ്ടെത്തിയിട്ടുള്ള മൃതദേഹങ്ങളിൽ 20ഓളം മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട് എന്നുള്ളതാണ്. ഏകദേശം അത്രയും മൃതദേഹങ്ങൾ തന്നെ ഈ ചാലിയാർ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു, ജില്ലാ ആശുപത്രിയിൽ നിന്ന് മേപ്പാടിയിലേക്ക് എത്തിക്കുകയാണ്. അത് ഒരുപാട് ആവശ്യപ്രകാരമാണ്. കുറേയധികം അവിടെ ഒരു അവരുടെ സ്കൂളിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സന്ദർഭമാണെന്ന് ഉറപ്പായും പറയാം. കാര്യം ഉറ്റവരെ ഉടയവരെ കണ്ട് തിരിച്ചറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്ന സ്കൂളിൽ തടിച്ചുകൂടിയിരിക്കുന്നവരാണ് അവർ. 50ഓളം മൃതദേഹങ്ങളുണ്ട്. മാത്രമല്ല ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരുപാട് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ബോഡി പാർട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഇന്ന് ഏറ്റവും ഒടുവിൽ നമ്മുടെ സൂരജ് അവിടെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കൈ അടക്കം അവിടെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് ബോഡി പാർട്സ് അവിടെ കണ്ടെത്തുന്നു, ഒരുപാട് ബോഡികൾ കണ്ടെത്തുന്നു. അവിടെ കണ്ടെത്തുന്ന ബോഡികൾ അങ്ങേയറ്റം ഛിന്ന ഭിന്നമാണെന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിന് ഒപ്പം ഒലിച്ചു വന്ന ശരീരങ്ങളാണ് അവ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ വേദന എന്നേ പോലെ